Hi friends, welcome back. Realme 7 Pro എന്ന ഫോണിൻ്റെ ഒരു ഫുൾ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി 2-3 കമൻറ്റുകൾ ഞാൻ കണ്ടത്. ഒന്ന്, നമ്മൾ ഇതിൻ്റെ എന്തൊക്കെയോ കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നു, ഇതിൻ്റെ ഡിസ്പ്ലേയിലത്തെ ഒരു ഇഷ്യൂ ഞാൻ ഹൈഡ് ചെയ്തു, അതേപോലെ റിയർ പാനൽ വൈബ്രേറ്റ് ചെയ്യുന്നത് ഞാൻ ഹൈഡ് ചെയ്തിരിക്കുകയാണ്, പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2-3 സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്ത് കണ്ടു. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ നമ്മൾ ഇതുവരെയും ചെയ്തിട്ടില്ല. ഒരു അൺബോക്സിംഗ് മാത്രമാണ് നമ്മളോട് ചെയ്തിട്ടുള്ളത്. പിന്നെ ക്യാമറ, ഗെയിമിംഗ് ഒക്കെ നമ്മൾ അവിടെ പ്രതാപ് ജി എന്നുള്ള ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്യുന്നതിന് മുമ്പേ റിവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നത്, അൺബോക്സിംഗ് കണ്ടിട്ട് അതാണ് റിവ്യൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ആ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ചാനലല്ല, ഏത് ചാനൽ തന്നെയാണെങ്കിലും അൺബോക്സിംഗ് എന്ന് പറയുന്നത് ഈ പ്രൊഡക്റ്റ് അവരുടെ കിട്ടി ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന ഒരു സീനാണ്. ആ ഒരു സീൻ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യമാണ് അൺബോക്സിംഗ് എന്ന് പറയുന്നത്. ആ ഒരു ടൈമിൽ നമുക്ക് ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, പോരായ്മകൾ എന്താണ്, ഒന്നും അറിയില്ല. അപ്പോൾ അത്തരം വീഡിയോസ് അൺബോക്സിംഗ് കണ്ടിട്ട് അതാണ് റിവ്യൂ എന്ന് തെറ്റിദ്ധരിച്ചിട്ട് പ്രൊഡക്റ്റ് എടുത്തിട്ട് പിന്നെ കംപ്ലയിൻറ്റ് വരുമ്പോൾ ആ ചെയ്ത ആളെ വന്നിട്ട് അത് നിങ്ങൾ ഹൈഡ് ചെയ്തു, പെയ്ഡ് പ്രൊമോഷൻ ആണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പിന്നെ നമ്മൾ പെയ്ഡ് പ്രൊമോഷൻ അല്ല ചെയ്യുന്നത്, നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിയിട്ടാണ് എല്ലാ പ്രൊഡക്റ്റുകളും തന്നെ ഇവിടെ റിവ്യൂ ചെയ്യുന്നത്, ഒന്നും റിവ്യൂ യൂണിറ്റല്ല. സോ എനിക്ക് ഒരു കമ്പനിയും ബ്ലൈൻഡായിട്ട് പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു തരത്തിലുള്ള ആവശ്യവും വരുന്നില്ല. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെയില്ല. പിന്നെ ഈ Realme 7 Proയുടെ എക്സ്പീരിയൻസ് അത് ഇവിടെയാണ്. ഇന്ന് ഈ വീഡിയോയിലാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതാണ് ഫുൾ റിവ്യൂ. നേരെ വീഡിയോയിലേക്ക്. ഹായ്, അപ്പോൾ Realme 7 Proയുടെ ഫുൾ റിവ്യൂയിലേക്ക് വരുമ്പോൾ ഞാൻ സാധാരണ ചെയ്യാറുള്ള പോലെ പ്രോസ്, കോൺസ് അങ്ങനെ വേറെ തിരിച്ചിട്ട് അങ്ങനെ പറയുന്ന ഒരു സംഗതി ഒഴിവാക്കുകയാണ്. പകരം അത് ഒരേ സമയം തന്നെ പറഞ്ഞു പോകാം. ഡിസൈൻ എങ്ങനെയുണ്ട്, അതിൻ്റെ ഭാഗത്ത് പോരായ്മകളുണ്ടോ, അങ്ങനെ ഞാനുള്ളത് ഒരേ സമയം തന്നെ പറഞ്ഞു പോവാണ്. ആദ്യമായിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം തന്നെ പറയാം. ഒരു സുഹൃത്ത് പറഞ്ഞതിൻ്റെ ഡിസ്പ്ലേക്ക് കംപ്ലൈൻറ്റ് ഉണ്ട്, ഞാനത് ഹൈഡ് ചെയ്തെന്നല്ലേ. ഇതിൻ്റെ ഡിസ്പ്ലേക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല. അദ്ദേഹത്തിൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒരു ചെറിയ ഡോട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു അത് ആ സ്പെസിഫിക് യൂണിറ്റിൻ്റെ പ്രശ്നമായിരിക്കും. ജനറലി മറ്റുള്ള യൂണിറ്റൊന്നും ആ പ്രശ്നമില്ല. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള യൂണിറ്റിനും യാതൊരു പ്രശ്നവുമില്ല. ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ അത് നമ്മൾ സർവീസുമായി ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുകയോ റിട്ടേൺ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാണ് വേണ്ടത്. അല്ലാതെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഡിസ്പ്ലേ ഇഷ്യൂ ഒക്കെ ഉടനെ തന്നെ റിട്ടേൺ ചെയ്യാം, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഡിസ്പ്ലേക്ക് യാതൊരു പ്രശ്നവുമില്ല. മാത്രമല്ല ഇത് സൂപ്പർ AMOLED ഡിസ്പ്ലേ, നല്ല ക്വാളിറ്റി. എൻ്റെ കയ്യിൽ സാംസങ്ങിൻ്റെ ഗാലക്സി M51 ഉണ്ട്. ഞാൻ സൈഡ് ബൈ സൈഡ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും എക്സലൻറ്റ്. അതിൻ്റെ ഒപ്പം ഏറെക്കുറെ ഒരു 98% അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്. സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് അതെനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് എങ്കിലും കുഴപ്പമൊന്നുമില്ല. രണ്ടും ഓൾമോസ്റ്റ് കട്ടൊക്കെ നിൽക്കുന്ന നല്ല ഡിസ്പ്ലേ ആണ്. ബ്രൈറ്റ്നസ്സും അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. പക്ഷേ Realme 7 ഒക്കെ അല്ലെങ്കിൽ LCD ഡിസ്പ്ലേ, ഇതിന് മുൻപുള്ള AMOLED ഡിസ്പ്ലേ ഉള്ള Realme ഫോണുകൾ നോക്കിയാലും ഇത്രയും ബ്രൈറ്റ് അല്ല. പക്ഷേ ഇത് നല്ല ബ്രൈറ്റ് ആയ ഡിസ്പ്ലേ ആണ്. സോ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ഫോൺ അടിപൊളിയാണ്, യാതൊരു ഇഷ്യൂ ഇല്ല. സാംസങ്ങിൻ്റെ AMOLED ഡിസ്പ്ലേ പോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെയും ആശ്രയിക്കാം, നല്ലൊരു ക്വാളിറ്റി കിട്ടും. ബിൽഡ് ക്വാളിറ്റി, ഇതൊരു പ്ലാസ്റ്റിക് ബിൽറ്റാണ്. ഗ്ലാസ് ഡിസൈനോ അങ്ങനെയൊന്നുമില്ല. ഫ്രണ്ടിൽ തന്നെ Gorilla Glass 3 ഉള്ളൂ. റിയർ സൈഡിൽ പ്ലാസ്റ്റിക് പാനലാണ്. ഈ ഒരു പാനലിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ സ്റ്റീരിയോ സ്പീക്കറാണ്, ഭയങ്കര ലൗഡാണ്, അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എങ്ങനെയായാലും നമ്മൾ മ്യൂസിക്കോ അല്ലെങ്കിൽ സിനിമ കാണാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഗെയിം കളിക്കോ എന്ത് ചെയ്താലും സൗണ്ട് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് പാനൽ നല്ലോണം വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ അതൊരു ഇഷ്യൂ ആണ്. നിങ്ങൾക്കതൊരു ഇഷ്യൂ ആണോ അല്ലയോ നിങ്ങൾ ചിന്തിക്കുക. എന്തായാലും എനിക്കിത് നല്ലൊരു ഇഷ്യൂ. അപ്പോൾ 2 ഫോൺ, ഇതിൻ്റെ തന്നെ Realme 7 നമ്മുടെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ 7 യാതൊരു കുഴപ്പമില്ല. ഇതിനകത്ത് നല്ല വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അതൊരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ ഒഴിവാക്കാം. ഞാനിത് എന്തായാലും റിട്ടേൺ ചെയ്യാനുള്ള പ്രൊസീജിയറോടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളിത് പർച്ചേസ് ചെയ്തിട്ട് OLSൽ സെല്ല് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ വാങ്ങിക്കുന്ന ആൾക്ക് ഈ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് എന്താണ് പ്രതാപ്, പ്രത്യേകിച്ച് നമ്മൾ അറിയുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഇങ്ങനെ ഒരു വൈബ്രേഷൻ ഇഷ്യൂ ഉള്ള ഒരു ഫോൺ തന്നതെന്ന് ചോദിക്കാനുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് ഞാനത് റിട്ടേൺ ചെയ്യാണ്. ഒരു നോർമൽ യൂസർക്ക് വലിയ കുഴപ്പമുണ്ടാവില്ലെന്ന് തോന്നുന്നു. എന്തായാലും അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് എനിക്ക് ഫേസ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഞാനൊന്ന് മെൻഷൻ ചെയ്യുന്നു. സോ ഓവറോൾ ബിൽഡ് ക്വാളിറ്റിയിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ Gorilla Glass 3 മാത്രമേ ഉള്ളൂ. സോ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി അത്ര പോരാ, ഒരു ആവറേജ് ലെവലേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഈ റിട്ടേൺ ഞാൻ അയക്കാൻ പോകുന്നു പറഞ്ഞത് അതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അതിൻ്റെ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിലേ ആവുള്ളൂ. എന്തായാലും അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നുള്ളത് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് എടുത്താൽ എങ്ങനെ റിട്ടേൺ ചെയ്യാമെന്നുള്ള പ്രൊസീജിയർ കൃത്യമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതൊരു പക്ഷേ യൂസ്ഫുൾ ആയേക്കാം. ഇനി എന്തായാലും ഇതിൻ്റെ ഡിസൈനും ഡിസ്പ്ലേയും നമ്മൾ പറഞ്ഞു. ഡിസ്പ്ലേ അടിപൊളിയാണ്, ഡിസൈൻ ഒരു ആവറേജ്. ഇനി ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 720 ആണ്. ഓൾറെഡി നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റുകളിൽ അത് കണ്ടു കഴിഞ്ഞു. എല്ലാം തന്നെ മികച്ച പെർഫോമൻസ് ആണ്. ഈ ഫോണിലും നല്ല പെർഫോമൻസ് ഉണ്ട്. ഗെയിമൊക്കെ നമുക്ക് നൈസായിട്ട് കളിക്കാം. ഇതിന് മുമ്പ് വന്നിട്ടുള്ള ഒരുപാട് ഡിവൈസുകളിൽ കളിച്ച പോലെ തന്നെ ഇതിനകത്തും നല്ല ഡീസൻ്റ് ആയ ഒരു പെർഫോമൻസ്. കോൾ ഓഫ് ഡ്യൂട്ടിയൊക്കെ കുറച്ച് ഫ്രെയിം ഡ്രോപ്പൊക്കെ ഉള്ള, ഓവറോൾ നമുക്ക് സ്മൂത്ത് ആയിട്ട് കളിക്കാം. ബാക്കി എല്ലാ ഗെയിമുകളും നൈസായിട്ട് കളിക്കാൻ സാധിക്കുന്നുണ്ട്. ഹീറ്റിംഗ് ഇഷ്യൂ വരുന്നില്ല. സോ ഓവറോൾ ഇതിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഒരു ചെറിയ കാര്യം മെൻഷൻ ചെയ്യാനുള്ളത്, റാം മാനേജ്മെൻറ്റ്.
റാം മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ അത്ര ഒരു എഫിഷ്യൻ്റ് അല്ല. പ്രത്യേകിച്ച് ഞാൻ അതിൻ്റെ സ്പീഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ, അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സ്പീഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ അതിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട് ഇതിൻ്റെ റാം മാനേജ്മെൻറ്റ് അത്ര എഫിഷ്യൻ്റ് അല്ല. റിയൽമി 7 ഇതിനേക്കാൾ നന്നായിട്ട് റാം മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, കുറേ കൂടി ഫാസ്റ്റായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നുണ്ട്. ഇവിടെ അത്ര ഒരു എഫിഷ്യൻ്റ് അല്ല. ആ ഒരു കാര്യം മാത്രമാണ് ഒരു ചെറിയ ഡിഫറൻസ് ആയിട്ട് തോന്നിയത്. വേണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ സ്പീഡ് ടെസ്റ്റ് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കണ്ടു നോക്കുക. അതേപോലെ ഗെയിമിങ്ങിൻ്റെ ഹീറ്റിംഗ് ടെസ്റ്റ്, ബാറ്ററി ചാർജിങ്, അതിൻ്റെ ഒരു ഡ്രെയിനിങ് ടെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിൻ്റെ ഗെയിമിംഗ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, കണ്ടു നോക്കുക. അപ്പോൾ ഈ വക വീഡിയോകളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടു നോക്കി ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. പെർഫോമൻസ് വൈസ് ഓവറോൾ ഒരു കുഴപ്പമില്ല. റാം മാനേജ്മെൻറ്റ് മാത്രമാണ് ഒരു ചെറിയ ഇഷ്യൂ നമുക്ക് തോന്നിയുള്ളൂ. ഇനി ഇതിൻ്റെ കോളിംഗ് ഫംഗ്ഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കോളിനൊന്നും വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. സിഗ്നൽ റിസപ്ഷനൊക്കെ അടിപൊളിയാണ്, യാതൊരു ഇഷ്യൂവും തോന്നിയില്ല. ഇയർ പീസൊക്കെ സഫീഷ്യൻ്റ്ലി ലൗഡാണ്, അതിനകത്തും യാതൊരു ഇഷ്യൂ ഇല്ല. സൗണ്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, സൗണ്ട് ക്വാളിറ്റിക്കൊന്നും കുഴപ്പമില്ല. ഈ വൈബ്രേഷൻ റീസൈഡിൽ വരുന്നതാണ് ഒരു ചെറിയ പ്രശ്നമായിട്ട് തോന്നിയുള്ളൂ. ഓവറോൾ സൗണ്ട് ക്വാളിറ്റിയൊക്കെ നല്ല രസമുണ്ട്. സ്റ്റീരിയോ സൗണ്ട് നമ്മൾ കേൾക്കുമ്പോൾ ഒരു സറൗണ്ടിങ് സ്റ്റീരിയോ സൗണ്ടുള്ള ഒരു സിനിമ കാണുകയാണെങ്കിൽ മെയിൻ സ്പീക്കറിൻ്റെ ഭാഗത്തു നിന്നാണ് സൗണ്ട് കൂടുതൽ. ഈ ഇയർ പീസിൻ്റെ അവിടെ നിന്നുള്ള സൗണ്ട് ഒരു ലേശം കുറവാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റീരിയോ എഫക്റ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 2 വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും 2 സൈഡിൽ കൂടെ വരുന്നതാണെങ്കിൽ ലെഫ്റ്റിൽ കൂടെ വണ്ടി പോകുന്ന സൗണ്ട് നമുക്ക് റൈറ്റിൽ നിന്ന് തന്നെ കേൾക്കുക. ആ ഒരു സ്റ്റീരിയോ ഉള്ളത് കൊണ്ട് ശരിക്കും അത് ലെഫ്റ്റിൽ നിന്ന് കേൾക്കണമെന്നില്ല. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സംഗതിയൊന്നുമല്ല. ബട്ട് എങ്കിലും അതില്ലാത്തൊരു ഫോണിൽ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് നല്ല എഫക്റ്റീവായ ഒരു സംഗതി തന്നെയാണ്. പിന്നെ ഈ വൈബ്രേഷൻ, ബാക്ക് പാൻ്റെ വൈബ്രേഷൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളത് ചിലർ വിചാരിക്കും അത് ഇത്തിരി സൗണ്ട് കുറച്ച് വെച്ചാൽ കുഴപ്പമുണ്ടാവില്ല, ഫുൾ സൗണ്ട് വെച്ചാലേ കുഴപ്പം വരുള്ളൂ എന്ന് വിചാരിക്കാം. പക്ഷെ അങ്ങനെയല്ല, ഒരു 50% സൗണ്ട് വെച്ചാൽ തന്നെയും ആ വൈബ്രേഷൻ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇയർഫോണിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പിന്നെ അത് ഫോണിൽ സൗണ്ട് വരുന്നില്ലല്ലോ, അപ്പോൾ വൈബ്രേഷൻ വരില്ല. ബട്ട് ഇതിനകത്ത് സൗണ്ട് വയ്ക്കുമ്പോൾ ഒരു 50% വെച്ചാൽ പോലും വൈബ്രേഷൻ വരുന്നുണ്ട്, അതൊന്ന് പ്രത്യേകം ഓർക്കുക. പിന്നെ ഇതിനകത്ത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് 2 സിമ്മും മെമ്മറി കാർഡും ഒരേ സമയം ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ ബാറ്ററി ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം സുഖമായിട്ട് കിട്ടുന്ന നല്ലൊരു ബാറ്ററി ലൈഫ് ഉണ്ട്. 4500 mAh ബാറ്ററിയാണ്. 65 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഇംപ്രസീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഒരു ടെസ്റ്റൊക്കെ നമ്മൾ നടത്തിയിരുന്നു. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ അഗൈൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു സംഗതി, ഇതിൻ്റെ ഒരു റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ 38 മിനിറ്റ് കൊണ്ട് ഇത് 100% ചാർജ് ആവുമെന്നാണ് കമ്പനി പറയുന്നത്. ശരിയാണ്, 38 മിനിറ്റ് കൊണ്ട് 100 ആവുന്നുണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്തു. പക്ഷേ കട്ട് ഓഫ് ആവുമെന്നൊരു സംഭവം ചിലർ ചോദിക്കാറുണ്ട്. ചാർജിന് ഇട്ട് കഴിഞ്ഞാൽ ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കട്ടാവുക, നമ്മൾ ഡിസ്കണക്ട് ചെയ്യാതെ തന്നെ കട്ടാവുമെന്ന് ചോദിക്കാറുണ്ട്. കട്ടാവുന്നുണ്ട്, ഞാൻ അതും ടെസ്റ്റ് ചെയ്തു. പക്ഷേ അങ്ങനെ കട്ടാവാൻ 100% ആവാൻ 38 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈം പോരാ, 46 മിനിറ്റ് എടുക്കുന്നുണ്ട് കട്ട് ഓഫ് ആവാൻ. അപ്പോൾ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ആ ചാർജിങ് ടെസ്റ്റ് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്കിൽ അതൊക്കെ ആ വീഡിയോയിൽ അതൊക്കെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട്. ലിങ്ക് അഗെയിൻ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ കൂടുതൽ ഒരു കാര്യം കൂടി, അതിൻ്റെ ഹീറ്റിംഗ് ലെവൽ, ഈ ഒരു ഫാസ്റ്റ് ചാർജിങ് ഉപയോഗിക്കുമ്പോൾ ഹീറ്റിംഗ് വരുന്നുണ്ടോ എന്നുള്ള കാര്യം അവിടെ ഞാൻ കാണിക്കുന്നുണ്ട്. ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഒന്നും തോന്നിയില്ല, പക്ഷേ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, എത്രത്തോളം വരുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ബാറ്ററി മെക്കാനിസം, അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോയിൽ പറയാം. കാരണം ഈ 65 വാട്ട് വയ്ക്കുമ്പോൾ ഓവർ ഹീറ്റിംഗ് വരുന്നില്ലേ, അങ്ങനെ വരുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവാം. അത് വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഇനി ഇതിൻ്റെ ക്യാമറയിലേക്ക് വന്നാൽ, മെയിൻ ക്യാമറ സോണി IMX682 സെൻസറാണ്. 64 മെഗാ പിക്സൽ, ഒരു ഗുഡ് ക്വാളിറ്റി സെൻസറാണത്. അതേപോലെ വൈഡ് ആംഗിൾ ക്യാമറയും മാക്രോ സെൻസറും ഡെപ്ത് സെൻസറും ഒക്കെ അടങ്ങുന്ന ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയുണ്ട്. ഇതിൻ്റെ ക്യാമറ റിവ്യൂ ഡെഡിക്കേറ്റഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനുണ്ട്. ഒരു ഫുൾ റിവ്യൂലേക്ക് വരുമ്പോൾ ഞാൻ ഇത്രയധികം ടെസ്റ്റുകൾ നടത്തിയതിന് ശേഷമാണ് നമ്മളിവിടെ ഒരു ഫുൾ റിവ്യൂ ചെയ്യുന്നത്. ഇവിടെ ഞാൻ കുറച്ച് ക്യാമറ സാമ്പിളുകൾ മാത്രമാണ് കാണിക്കുന്നത്, എല്ലാം ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. ഇപ്പോൾ ഡേ ലൈറ്റിലൊക്കെ നമ്മൾ ഇമേജ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന തരത്തിലുള്ളൊരു നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. പോർട്രേറ്റ് മോഡ് എടുക്കുമ്പോഴും വലിയ കുഴപ്പമില്ല. മുൻപായിരുന്നെങ്കിൽ ഇത് ഇത്തിരി നല്ല രീതിയിൽ ബ്ലോൺ ഔട്ടായി പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ അപ്ഡേറ്റിന് ശേഷമാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു ക്വാളിറ്റിയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഇമേജ് ഒക്കെ ഒരു ഡീസൻ്റ് ആയ ഒരു ക്വാളിറ്റി തന്നെയാണ് കാണുന്നത്. സോ ഓവറോൾ ഇതിൻ്റെ ക്യാമറ ഒരു അപ്ഡേറ്റിനൊക്കെ ശേഷം ഒരു നല്ല ക്വാളിറ്റിയായി മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ തന്നെ കണ്ട് തീരുമാനിക്കുക ഈ ഒരു ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത്. സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോഴും കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയാണ് തോന്നുന്നത്, ഒരു മോശമൊന്നും പറയാൻ തോന്നുന്നില്ല. അപ്പോൾ ഒരു എബോവ് ആവറേജ് നല്ലൊരു ക്വാളിറ്റിയുള്ള ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം കണ്ട് തന്നെ മനസ്സിലാക്കുക. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനുള്ള സെൽഫിയാണ് നിങ്ങൾ കാണുന്നത്. മെയിൻ ക്യാമറയിലേക്ക് വരുമ്പോഴും ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലും നല്ലൊരു ക്വാളിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു ക്യാമറയിൽ ഈ ഒരു ഇമേജുകളുടെ കാര്യം മാത്രമല്ല, വീഡിയോ ഒക്കെ നല്ല ക്വാളിറ്റിയാണെന്ന് ഞാൻ ഓൾറെഡി ക്യാമറ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് സെൽഫി ക്യാമറയിലും റിയർ ക്യാമറയിലൊക്കെ നമുക്ക് ഇതുപോലെ പോർട്രേറ്റ് വീഡിയോ എടുക്കാൻ സാധിക്കും. നമ്മുടെ DSLR-ലൊക്കെ എടുക്കുന്ന പോലെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കിക്കൊണ്ടുള്ള ഇത്തരം വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. തീർച്ചയായിട്ടും അതൊരു നല്ല ഓപ്ഷനാണ്, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു സെൽഫി ക്യാമറയുടെ ക്വാളിറ്റിയാണ് നിങ്ങളിവിടെ കാണുന്നത്. മെയിൻ ക്യാമറയിലേക്ക് വരുമ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കിക്കൊണ്ട് വീഡിയോ എടുത്താൽ ഈ രീതിയിലുള്ളൊരു ക്വാളിറ്റി ആയിരിക്കും നമുക്ക് മെയിൻ ക്യാമറയിൽ കിട്ടുക. ഓവറോൾ ഈ 2 ഫീച്ചറുകൾ കൂടി നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാത്തൊരു ക്യാമറയാണ്. ക്വാളിറ്റി വൈസ് കുഴപ്പമില്ലാത്തൊരു ക്യാമറയാണ്. ഒപ്പം തന്നെ ഇങ്ങനെ എക്സ്ട്രാ ഫീച്ചേഴ്സ് കൂടി കിട്ടുന്നത് കൊണ്ട് ഒരു നല്ല ക്യാമറ സെറ്റപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നിങ്ങളാണ് ഈ ഒരു ക്വാളിറ്റി കണ്ടിട്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾക്കിത് ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത്.
ഇനി ഇതിൽ കുറേയധികം ആൾക്കാർ ചോദിക്കുന്ന കുറേ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് ഇതിനകത്ത് കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗെയിം കളിക്കുമ്പോൾ ഡിവൈസ് ഓവറായിട്ട് ഹീറ്റ് ആവാതിരിക്കാനുള്ള കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫേസ് അൺലോക്കും കാര്യങ്ങളൊക്കെ നൈസായിട്ട് വർക്ക് ചെയ്യുന്നു. കോൾ റെക്കോർഡിംഗ് ഫീച്ചർ ഇതിനകത്ത് വരുന്നില്ല. സ്ക്രീൻ റെക്കോർഡിംഗ്, സൗണ്ട് അടക്കം നമുക്ക് ഇന്റേണൽ സൗണ്ട് അടക്കം റെക്കോർഡ് ചെയ്യാം. മൈക്കിൻ്റെ സൗണ്ട് ഒരുമിച്ച് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മൈക്ക് സൗണ്ട് സ്വല്പം കുറവായിട്ട് തോന്നി. OTG നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെൻ ഡ്രൈവും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. വൈഡ് ബാൻഡ് L1 സർട്ടിഫിക്കേഷൻ ഉണ്ട്. ക്യാമറ ടു API ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഗൂഗിൾ ക്യാമറ പോലുള്ള ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. വൈഫൈ കോളിംഗ് പോലുള്ള ഫീച്ചറുകളും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ കഴിയുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഓവറോൾ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവറോൾ ഒരു തിരക്കേടില്ലാത്തൊരു ഫോണാണ്. ഒരു ബെസ്റ്റ് എന്ന് ഞാൻ പറയില്ല, കാരണം ക്യാമറ ഇപ്പോൾ ഇമ്പ്രൂവ് ആയെങ്കിലും ഒരു ബെസ്റ്റായിട്ട് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ ബിൽറ്റ് ക്വാളിറ്റി, റിയർ സൈഡിൽ ഒരു സൗണ്ട് കൂട്ടുമ്പോൾ ഒരു വൈബ്രേഷൻ വരുന്നത്, അതൊക്കെ കണക്കാക്കുമ്പോൾ ഒരു ബെസ്റ്റ് ബിൽറ്റ് ക്വാളിറ്റി ഉള്ളൊരു ഫോണായിട്ട് നമുക്ക് തോന്നുന്നില്ല. സോ ഈ രണ്ട് കാര്യങ്ങളാണ് മേജറായിട്ടൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളൂ. ക്യാമറ കുറച്ച് ഇമ്പ്രൂവ് ആയ സ്ഥിതിക്ക് ഞാനത് മേജർ കോണായിട്ട് ഇനി പറയുന്നില്ല. ഈ ഒരു ബാക്ക് പാനലിൻ്റെ ഒരു ബിൽറ്റ് ക്വാളിറ്റി ഇഷ്യൂ മാത്രമാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയുള്ളൂ. ബാക്കി ഓവറോൾ ഇതൊരു നല്ല ഫോണായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ നിന്ന് കേട്ടതിൽ നിന്ന് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമൻ്റായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ ഞാനത് റിട്ടേൺ അയക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാരണം എനിക്കിത് പറഞ്ഞ പോലെ OLXലിട്ട് സെയിൽ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ സെയിൽ ചെയ്യുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഇതൊരു പ്രശ്നമായിട്ട് തോന്നിയേക്കാം. അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ റിട്ടേൺ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. അതല്ലാത്ത പക്ഷം വേണമെങ്കിൽ ഒരു നോർമൽ യൂസർക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കണ്ടീഷനാണ് ഈ ഒരു ഫോണിന് ഓവറോൾ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.